പ്രോച്ചായ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരൺ നടത്തിയ ഗുരുവായൂർ ദർശനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയും വലിയ ചർച്ച. ഒരു വ്യക്തി നടത്തിയ ക്ഷേത്ര ദർശനത്തെ ഇത്രയും ചർച്ചയാവേണ്ട കാര്യമുണ്ടോ? ഒരു കാരണവശാലും അങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യമില്ല. കാരണം എന്തുകൊണ്ടാണ് അത് ചർച്ചയാവുന്നത്? ഇപ്പം നമ്മുടെ നാട്ടിൽ മുഖ്യമന്ത്രിമാരുടെ മക്കളൊക്കെ അമ്പലത്തിൽ പോവുകയും പള്ളിയിൽ പോവുകയും ഒക്കെ ചെയ്യുന്നു. ഒന്നും ആരും ഇതുവരെ ഒരു ചർച്ചാ വിഷയമാക്കിയിട്ടില്ല. ചർച്ചാ വിഷയമാകുന്നത് എപ്പോഴാണ് ഈ ദൈവമില്ല എന്നും ഈശ്വരവിശ്വാസം മനുഷ്യന് ആവശ്യമില്ല എന്നും അതിനേക്കാട്ടിലൊക്കെ ഉപരി മനുഷ്യസ്നേഹമാണെന്നൊക്കെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു തത്വശാസ്ത്രത്തിന്റെ വക്താക്കളുടെ മക്കള് പോകുമ്പോഴാണ് നാട്ടുകാർ ഇത് ചോദ്യം ചെയ്യുന്നത്. എവിടെയാണ് പാർട്ടി അംഗങ്ങൾ ഗണപതി ഹോമവും മാമോദീസ മുക്കലും പിന്നെ ക്ഷേത്ര വിശ്വാസം അനുസരിച്ചുള്ള കല്യാണം നടത്തുമ്പോഴും അല്ലെങ്കിൽ പള്ളിയിൽ പോയിക്കുള്ള കല്യാണം നടത്തുമ്പോഴും മാതാപിതാക്കളുടെ പിന്നെ ആചാരപരമായ രീതിയിൽ ശവസംസ്കാരം നടത്തുന്നതൊക്കെ വലിയ പാതകമായിട്ട് കുറ്റമായിട്ട് പറയുന്ന ഒരു പാർട്ടി സംസ്കാരത്തിന്റെ ഭാഗമായതുകൊണ്ടാണ് ഇത് ചർച്ചയാകുന്നത്. വിവേക് കിരൺ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പ്രായപൂർത്തിയായ മകൻ, അയാൾക്ക് ഇഷ്ടം പോലെ ജീവിക്കാനും അയാളുടെ വിശ്വാസം നിലനിർത്താനും ഒക്കെയുള്ള അവകാശം കൊടുക്കുന്ന ഒരു ഭരണഘടനയുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇത് അങ്ങനൊന്നും പാടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ അണികളെയും മറ്റുള്ളവരെയും പറഞ്ഞു പഠിപ്പിക്കുകയും നിങ്ങളുടെ മക്കളും എല്ലാവരും ഈ പാർട്ടി പറയുന്നതിന് ഘടകവിരുദ്ധമായ രീതിയിൽ പെരുമാറുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഇത് ചർച്ചാ വിഷയമാകുന്നത്. അല്ലെങ്കിൽ ഇത് ചർച്ചാ വിഷയമാക്കേണ്ട കാര്യമില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ പിന്നെ കരുണാകരന്റെ മക്കൾ രണ്ടുപേരും പിന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകും. എല്ലാ മാസവും മലയാള മാസം 1-ാം തീയതി ഗുരുവായൂർ പോകുന്ന ഒരാളാണ് കെ മുരളീധരൻ. നമ്മൾ അറിഞ്ഞിടത്തോളം കരുണാകരന്റെ പാത പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. ഇവിടെ രാഷ്ട്രീയ നേതാക്കളൊക്കെ അമ്പലത്തിൽ പോകുന്നു, പള്ളിയിൽ പോകുന്നു, ആരാധനയിൽ പങ്കെടുക്കുന്നു, അവരുടെ വിശ്വാസം അനുസരിച്ച് അതൊക്കെ നിലനിർത്തുകയും ചെയ്തു. ഇതാരാണ് ചോദ്യം ചെയ്യുന്നത്? ആരും ചോദ്യം ചെയ്യാറില്ല. പക്ഷെ ഇത് ചർച്ചയായത് എന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രി ഒക്കെ പറയുന്നത് എവിടെയാണ്? ഇത് മുഖ്യമന്ത്രിയുടെ പാർട്ടിയും അവരുടെ പാർട്ടി പറഞ്ഞു പഠിപ്പിക്കും, അവരുടെ അണികളെ പറഞ്ഞു പഠിപ്പിക്കും. ഇത്തരത്തിലായതുകൊണ്ടാണ് ഇത് ചർച്ചാ വിഷയം. നേരത്തെ അച്യുതാനന്ദന്റെ മകൻ ശബരിമല ക്ഷേത്ര സന്ദർശനം നടത്തിയപ്പോഴും ഇതേപോലെ ചർച്ചയായിരുന്നു. പിന്നെ ചില പാർട്ടി നേതാക്കളുടെ വീട്ടില് ഗണപതി ഹോമം, പുതിയ വീട് വെച്ച് മാറുന്നതിന്റെ ഭാഗമായിട്ട് ഹൗസ് വാമിംഗ് നടത്തിയ സമയത്ത് ഗണപതി ഹോമം നടത്തി എന്ന് പറഞ്ഞാൽ പല പാർട്ടിയുടെ താഴെത്തട്ടിലുള്ള നേതാക്കന്മാരുടെ ഒക്കെ തന്നെ പുറത്താക്കുകയോ വിശദീകരണം ചോദിക്കുകയോ ഒക്കെ ചെയ്ത അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. കാടാമ്പുഴ പോയി പൂമൂടല് അത് തന്നെ വലിയ ചർച്ചയായിരുന്നു. അത് അവർക്ക് അതുമായി നേരിട്ട് കോടിയേരി ബാലകൃഷ്ണ കുടുംബത്തിനോ നേരിട്ട് ബന്ധമില്ല എന്നൊക്കെ പിന്നീട് വ്യാഖ്യാനങ്ങൾ വന്നതാണ്. പക്ഷെ നിങ്ങൾ ഇത്തരത്തിലുള്ള തിട്ടൂരങ്ങൾ അടിച്ചേൽപ്പിക്കുകയും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ വേണ്ടപ്പെട്ടവരും ഒക്കെ തന്നെ അത് ലംഘിക്കുമ്പോൾ അതിന് ഉത്തരവില്ലാതിരിക്കും. ഇപ്പൊ തന്നെ ഉദാഹരണം, എന്തുകൊണ്ടാണ് പിണറായി വിജയന്റെ മകൻ പോയത് ചർച്ചയാകുന്നത്? 2001 കാലത്ത് AK മന്ത്രിസഭയുടെ കാലത്താണ് കേരളത്തിൽ സ്വാശ്രയ കോളേജുകൾ വ്യാപകമായി തുടങ്ങിയത്. അതിനെതിരെ CPM-ഉം CPIയുടെ വിദ്യാർത്ഥി യുവജന വിഭാഗങ്ങളും വലിയ സമരം നടത്തുകയാണ്. ആ സമയത്താണ് പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയന്റെ മകള് കോയമ്പത്തൂരിലുള്ള അമൃത വിദ്യാലയത്തിൽ പോയി എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ എടുത്ത്. അത് വലിയ വാർത്തയായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പാണ് ജനങ്ങൾ ചർച്ച ചെയ്തത്. അല്ലാതെ പിണറായി വിജയന്റെ മകളോ ക്ഷേത്ര ദർശനം നടത്തുന്നതിൽ ഒരു തെറ്റുമില്ല. അവർക്ക് അതിനുള്ള അവകാശമുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ക്ഷേത്രത്തിൽ പോകാനുള്ള അവകാശമുണ്ട്. പക്ഷെ ഇന്നലെ ഈ മുഖ്യമന്ത്രിയുടെ മകൻ അവിടെ പോയി ക്ഷേത്ര ദർശനം നടത്തിയിട്ട് ഇറങ്ങി വരുന്നത് ഒരു പ്രാദേശിക ലേഖൻ പടം എടുത്തപ്പോൾ അതിന്റെ പേരിൽ അയാളെ പിടിച്ചിടിക്കുകയും അതൊക്കെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്ത സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ ഇത്ര മറച്ചു പിടിക്കേണ്ട കാര്യമാണ്. നിങ്ങളുടെ വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വകാര്യമായ കാര്യമാണ്. അതിപ്പോൾ ഒരാൾ അതിന്റെ പേരിൽ പണം എടുത്തതിന്റെ പേരിൽ നിങ്ങൾ എന്തിനാണ് അവരെ ഇടിക്കാൻ പോകുന്നത്? അതിന്റെ ആവശ്യമില്ല. അപ്പൊ ഇത് എന്തോ മറയ്ക്കാനോ ഒളിക്കാനോ ഉള്ളതുകൊണ്ടാണല്ലോ ഈശ്വര വിശ്വാസം ഉള്ള ഒരാൾക്ക് പേടിക്കേണ്ടത്. എന്റെ ഈശ്വര വിശ്വാസം ഞാൻ പരസ്യമായി പ്രകടിപ്പിച്ചാൽ ആർക്കാണ് കുഴപ്പമുള്ളത്? അയാൾ അവിടെ ക്ഷേത്രത്തിൽ പോയതിൽ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. അല്ല, തെറ്റില്ല. ഇത് മറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് ഇതെല്ലാം. നമ്മുടെ മുമ്പിൽ 100 ഉദാഹരണമുണ്ട്. പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന കാലത്താണ് 2006 തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാരായി തെരഞ്ഞെടുക്കപ്പെട്ട ഐഷ പോറ്റിയും MM മോനായി എന്ന് പറയുന്ന രണ്ടുപേര് ഈശ്വരനാമത്തിൽ MLA-മാരായി സത്യപ്രതിജ്ഞ ചെയ്തതിന്റെ പേരിൽ പാർട്ടി അവരെ പരസ്യമായി ശാസിച്ച സംഭവം നമ്മുടെ പേരിലുണ്ട്, നമ്മുടെ മുമ്പിലുണ്ട്. അന്ന് പിണറായി വിജയന്റെ ഇറക്കിയ പ്രസ്താവനയിൽ പാർട്ടി സെക്രട്ടേറിയറ്റ് സംസ്ഥാന കമ്മിറ്റി ഇറക്കിയ പ്രസ്താവനയുടെ ഒരു 2 വരി ഇങ്ങനെയാണ് പറയുന്നത്: സഖാക്കൾ രഹസ്യമായി വെച്ചിരുന്ന ദൈവവിശ്വാസം പരസ്യമായി പ്രകടിപ്പിച്ച് പാർട്ടിയെ അപമാനിക്കാൻ ഒരു പ്രയാസവും ഉണ്ടായില്ല എന്നാണ് സംസ്ഥാന കമ്മിറ്റി അന്ന് വിലയിരുത്തിയത്. അതിനുശേഷം പിണറായി വിജയന്റെ ഈ 2ാം മന്ത്രിസഭയില് വീണ ജോർജ് പിന്നെ വേറെ 2-3 മന്ത്രിമാര് ഈശ്വരനാമത്തിലാണ് CPM-ന്റെ അംഗങ്ങളായിട്ടുള്ളവർ സത്യപ്രതിജ്ഞ ചെയ്തു. അത് ആർക്കും ഒരു പ്രശ്നവുമില്ല. അപ്പൊ നിങ്ങൾ ഈ കെട്ടിപ്പൊതിഞ്ഞു വെച്ചിരിക്കുന്ന നിങ്ങളുടെ ഇത്തരത്തിലുള്ള തട്ടിപ്പ് വിശ്വാസങ്ങളും തട്ടിപ്പ് നടപടിക്രമങ്ങളും ഒക്കെയാണ് ജനങ്ങൾ ചോദ്യം ചെയ്യുന്നത്. ഇത് പണ്ട് കാലത്ത് പാർട്ടി എല്ലാ കാലത്തും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. EMS
മുഖ്യമന്ത്രിയായിരിക്കും 1968 ഓഗസ്റ്റ് 28 ഭാര്യയുമൊത്ത് തമിഴ്നാട്ടിലെ പളനി ക്ഷേത്രം സന്ദർശിച്ചു. അത് അന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിരുന്നത്. അപ്പോൾ എന്നിട്ട് അന്ന് EMS അതിന് വ്യാഖ്യാനം പറഞ്ഞത് ഭാര്യയ്ക്ക് ക്ഷേത്ര ആരാധനയിലും ഈശ്വര വിശ്വാസവും ഒക്കെ ഉണ്ട്, ഞാൻ അതുകൊണ്ട് കൂടെ പോയി എന്നുള്ളത്. ഇത് വേറൊരു പാർട്ടി അംഗം പോയാലും EMS മുഖ്യമന്ത്രി, EMS പാർട്ടിയുടെ താത്വികാചാര്യനോട് ആ ലെവലിൽ അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും. അദ്ദേഹം എന്താ അവിടെ സന്ദർശക ഡയറിയിൽ എഴുതി വെച്ചതൊക്കെ അന്ന് അവിടെ വാർത്തയായതായിരുന്നു. ഞാനത് അതിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്, അദ്ദേഹം സന്ദർശക ഡയറിയിൽ എഴുതിയിരിക്കുന്നത് അതൊന്നും അറിയേണ്ടതാണ്. കാരണം അതൊരു ചരിത്രരേഖയാണ്. മാതൃഭൂമി പത്രത്തിൽ അന്നത്തെ മാതൃഭൂമി പത്രത്തിൽ വന്ന ഒരു വാർത്ത ഇങ്ങനെയായിരുന്നു: EMS പഴനി ക്ഷേത്രത്തിൽ എന്നാണ് മാതൃഭൂമിയുടെ ഓഗസ്റ്റ് 28, 1968 വാർത്ത ഇങ്ങനെയാണ്: EMSഉം പത്നിയും പഴനി ക്ഷേത്രത്തിൽ വരികയുണ്ടായി. ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസർ കേശവനും മറ്റും അവരെ പൂർണ്ണകുംഭം മുതലായ നൽകി സ്വീകരിച്ചു. അദ്ദേഹം ഇങ്ങനെ ഡയറി, ഇതര ക്ഷേത്രങ്ങളിൽ കാണാത്ത മാതിരി ഈ ക്ഷേത്രം വൃത്തിയായി കാണുന്നതിലും ക്ഷേത്രത്തിലെ വരവിൽ ഒരു ഭീമഭാഗം വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നതിലും താൻ സന്തോഷിക്കുന്നു എന്ന് സന്ദർശക ഡയറിയിൽ EMS എഴുതി എന്നാണ് പറയുന്നത്. അപ്പം ഇത് ഇത്തരത്തിൽ ഭാര്യയുടെ കൂടെ കൂട്ടുപോകുന്നത് പാർട്ടിക്ക് തെറ്റായിട്ട് കാണുന്നില്ല. മക്കൾ പോയി ക്ഷേത്ര ദർശനം നടത്തിയതിൽ തെറ്റ് കാണുന്നില്ല. പക്ഷേ ഒരു സാധാരണ പാർട്ടി പ്രവർത്തകൻ അവൻ്റെ വീട് ഹൗസ് വാമിങ്ങിന്റെ ഭാഗമായിട്ട് ഗണപതി ഹോമം നടത്തിയാൽ അത് കുറ്റം. എനിക്ക് നേരിട്ട് അറിയാവുന്ന ഉണ്ട്. എൻ്റെ നാട്ടില് ഒരു പാർട്ടിയിലെ ഒരു മുതിർന്ന നേതാവ്, അദ്ദേഹത്തിന് വർഷങ്ങൾക്ക് ശേഷം മക്കളുണ്ടായ സമയത്ത് അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു. അദ്ദേഹം പാർട്ടിയുടെ അനുവാദമില്ലാതെ ഈ 2 ഇരട്ട കുട്ടികളുടെ മാമോദീസ ആരും അറിയാതെ അവിടുത്തെ പള്ളിയിലെ അച്ഛനുമായിട്ട് ടൈപ്പ് ഉണ്ടാക്കിയിട്ട് ഒരു രാത്രിയിൽ 2 മണിക്ക് പള്ളി തുറന്ന് കപ്പിയാരി പോലും ഇല്ലാതെ മാമോദീസ നടത്തിയ കാര്യം നാട്ടിലെല്ലാവർക്കും അറിയാവുന്ന കാര്യം. അപ്പം നിങ്ങൾ എന്തിനാണ് ഒളിച്ചും പാത്തും നിങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കേണ്ട സ്ഥിതി വരുന്നത് എവിടെയാണ്? വേറൊരു DYFI നേതാവിനെ, DYFIയുടെ സംസ്ഥാന കമ്മിറ്റി, അയാളൊരു പുരോഹിതന്റെ മകനായിരുന്നു ആ DYFI നേതാവ്. അപ്പൊ പള്ളിയിൽ വെച്ച് കല്യാണം നടത്തണമെന്ന് പുരോഹിതൻ നിർബന്ധം പിടിച്ചപ്പോൾ പാർട്ടി ഇവിടെ കമ്മിറ്റി കൂടി തീരുമാനിച്ചു പള്ളിയിൽ വെച്ച് കല്യാണം നടത്താനായിട്ട് എന്തിനാണ് ഇത്ര കാപട്യങ്ങളുടെ ആവശ്യമില്ലല്ലോ. ഒരു പാർട്ടി അംഗമായാലോ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയാലോ ഏത് പോളിറ്റ് ബ്യൂറോ അംഗമായാലോ അവർക്ക് അവരുടെ വിശ്വാസം നടത്താനുള്ള സംരക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഈ വക പ്രശ്നങ്ങളില്ലല്ലോ. നിങ്ങൾ ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദം പറയുകയും ചെയ്യും, പള്ളിയിലും അമ്പലത്തിലും പോവുകയും ചെയ്യും. സന്ദേശ സിനിമയ്ക്കകത്ത് ശ്രീനിവാസൻ ശങ്കരാടിയോട് ചോദിക്കുന്ന ചോദ്യം ഇത്, തലയും മുണ്ടിട്ടുകൊണ്ട് പോകുമ്പോഴാണല്ലോ ഈ ആൾക്കാർ ഇത് ചർച്ചാ വിഷയമാക്കുന്നത്. അല്ലെങ്കിൽ ഇതൊരു പ്രശ്നമല്ല. നമ്മുടെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ഗുരുവായൂർ അമ്പലത്തിൽ പോയി തൊഴുതു എന്ന് പറഞ്ഞ് പാർട്ടി വിശദീകരണം ചോദിക്കുകയും ജാഗ്രത കുറവുണ്ടായി എന്ന് പറഞ്ഞ് എഴുതി വെക്കുകയും ചെയ്തതാണ്. അതിന്റെ ആവശ്യം എന്താണ്? അയാൾ ദേവസ്വം മന്ത്രി എന്നുള്ള നിലയിൽ അല്ല, ഒരു സാധാരണ വിശ്വാസി എന്നുള്ള നിലയിൽ ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നതിന് പാർട്ടിക്ക് എന്ത് കാര്യം എന്നാലോചിച്ചാൽ പോരെ? നിങ്ങൾ ഇതിനകത്തെല്ലാം ഈ വലിയ താത്വികമായ അവലോകനം നടത്തി താത്വികമായ കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുമ്പോഴാണ് അത് ലംഘിക്കാനുള്ള മനുഷ്യന്റെ സ്വതന്ത്രമായ വികാരം ഉണ്ടാകുന്നത്. അല്ല, പാർട്ടിയുടെ രേഖകളിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, പാർട്ടി പ്രവർത്തകരും അണികളും ബന്ധുക്കളും അനാചാരങ്ങളിലേക്കൊന്നും പോകരുത്, ആചാരങ്ങളിലേക്ക് പോകരുതെന്ന്. അതെന്തായാലും ഇതുവരെ CPM ആ രേഖ തിരുത്തിയിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലല്ല, അത് ഈ നമ്മുടെ ഇതിന് ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. അതായത് പാലക്കാട് പ്ലീനത്തിന്റെ ഭാഗമായി പാർട്ടി പുറത്തിറക്കിയ തെറ്റുതിരുത്തൽ രേഖയ്ക്കകത്ത് അത് വളരെ വിശദമായി തന്നെ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ്, ഈ ശ്രീജിത്ത് ഇപ്പൊ പറഞ്ഞതിന്റെ ഒരു എക്സ്റ്റൻഡഡ് വേർഷനാണ്. പറയുന്നത് ഇങ്ങനെയാണ്: പാർട്ടി അംഗങ്ങളും പാർട്ടി ബന്ധുക്കളും ഇത്തരം അനാചാരങ്ങൾ ഒഴിവാക്കാൻ രംഗത്ത് വരേണ്ടത്. അതായത് ഈ ഈശ്വരവിശ്വാസം ഉൾപ്പെടെ ഉള്ളതെല്ലാം അനാചാരമായിട്ടാണ് കണക്കാക്കുന്നത്. പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ MM മോനായി, ഐഷ പോറ്റി എന്നിവരും MLA-മാരായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അസംബ്ലിയിൽ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത് പാർട്ടിക്ക് ആകെ വരുത്തി വെച്ച അപമാനമായിരുന്നു. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളാണ് പാർട്ടി അംഗത്തിലേക്ക് വരുന്നത്. ദീർഘകാലമായി പാർട്ടി അംഗങ്ങളായി തുടരുകയും ഏരിയ കമ്മിറ്റി അംഗങ്ങളായി തിരഞ്ഞെടുക്കപ്പെടുകയും ഈ സഖാക്കൾക്ക് തങ്ങളുടെ രഹസ്യമാക്കി വെച്ചിരുന്ന ദൈവവിശ്വാസം പരസ്യമായി പ്രകടിപ്പിച്ച പാർട്ടിയെ ആകെ അപമാനിക്കുന്നതിന് ഒരു പ്രയാസവും ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. രഹസ്യമായിട്ടാവാം. ഈ ഇത്തരത്തിലുള്ള പാർട്ടിയുടെ ഈ തട്ടിപ്പാണ്, ഈ ഇരട്ടത്താപ്പാണ് ജനങ്ങൾ ചർച്ച ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നത്. ഇപ്പൊ എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലും പൊതുമാധ്യമങ്ങളിലൊക്കെ ഇത് വരാനുള്ള കാരണം എന്താണ്? പാർട്ടി സെക്രട്ടറി പറഞ്ഞു വെച്ചിരിക്കുക ഇങ്ങനെയാണ്. അദ്ദേഹം ഗുരുവായൂർ അമ്പലത്തിൽ പോയപ്പോഴല്ലേ പറഞ്ഞേ, ആ വിളക്കിരിക്കുന്നിടത്താണോ
മറ്റേ ഇപ്പൊ എന്താണ് പ്രതിഷ്ഠ ഇരിക്കുന്നു എന്നുള്ള മറ്റും ചോദിച്ചല്ലോ. എന്തിനാണ് ഇത്തരം വിഗ്രഹം അവിടെയാണോ ഇരിക്കുന്നത്? ഈ ശ്രീകൃഷ്ണ വിഗ്രഹത്തെ നോക്കിയാണോ നിങ്ങൾ ആരാധിക്കുന്നത് ചോദിച്ചാൽ എന്തായാലും തെറ്റ്? ഒരു തെറ്റുമില്ല. പക്ഷെ ഇത്തരത്തിൽ വളഞ്ഞ് കുത്തി മൂക്കിൽ തൊടാൻ ശ്രമിക്കുമ്പോഴാണ് ഇതൊക്കെ ചർച്ചയാവുന്നത്. ഒരാളുടെ വിശ്വാസം അയാളുടെ സ്വകാര്യമായ കാര്യമാണെന്ന് പാർട്ടി അംഗീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? പാർട്ടി അംഗങ്ങൾക്ക് അതൊന്നും കൊടുക്കുന്നില്ല. എന്നിട്ട് മക്കൾ പോകുമ്പോൾ അതിന് വേറെ രീതി വ്യാഖ്യാനം. അന്നേരം പറയുന്ന വ്യാഖ്യാനം എന്ന് പറയുന്നത് പ്രായപൂർത്തിയായ ഒരാൾക്ക് അത് പോകാനുള്ള അവകാശമുണ്ട്. ഇതെന്തുകൊണ്ടാണ് എല്ലാവരുടെയും കാര്യത്തിലാവാത്തത്? എന്തിനാണ് നിങ്ങൾ ഐഷ പോറ്റിയെയും MM മോനായിയെയും നിങ്ങൾ എന്തിനാണ് പരസ്യമായി ശാസിച്ചത്? ആ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണ്ടേ? നിങ്ങളുടെ മക്കള് പോലും നിങ്ങൾ പറയുന്ന വിശ്വാസത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യമാരോ നിങ്ങൾ പറയുന്ന വിശ്വാസമോ തത്വമോ ആദർശങ്ങളോ ഒന്നും അംഗീകരിക്കുന്നില്ല. അതൊരു വശത്ത് നിൽക്കുകയാണ്. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് പൊതുജനത്തെ ഇത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ പറയുന്ന ആദർശങ്ങളും ആശയങ്ങളും നിങ്ങളുടെ കുടുംബത്തിൽ പോലും ആരും അംഗീകരിക്കുന്നില്ല, ഇല്ലേ? ആ അംഗീകരിക്കാത്ത സാഹചര്യത്തിൽ നിങ്ങൾ എന്തിനാണ് ഇത് അടിച്ചേൽപ്പിക്കുന്നത്? മറ്റു പാർട്ടി അംഗങ്ങളുടെ പെടലിക്ക് അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. അവർക്കും ഈശ്വരവിശ്വാസം, CPM-ന്റെ അംഗങ്ങളായിരിക്കുന്നവർക്ക് ഈശ്വരവിശ്വാസം ആകുന്നതിൽ തെറ്റില്ല എന്ന് പാർട്ടി പറഞ്ഞാൽ എന്താ കുഴപ്പം? ആകാശം ഇടിഞ്ഞു വീഴും. അതിനുള്ള അവകാശം കൊടുക്കണ്ടേ? അത്തരം ഒരു ഭരണഘടന നിൽക്കുന്ന രാജ്യത്താണ് നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് പോകുന്ന വലിയ തെറ്റായിട്ട് കാണുകയും അതുകൊണ്ടാണല്ലോ ഈ മുഖ്യമന്ത്രിയുടെ മകൻ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ഫോട്ടോ എടുത്ത് മാധ്യമപ്രവർത്തകരെ ഇടിക്കാനുണ്ടായ സാഹചര്യം. അതുകൊണ്ടല്ലേ നിങ്ങൾ ഇതിനെ ഒളിച്ചു പാത്തും പോകേണ്ട കാര്യമില്ലല്ലോ. അയാളുടെ വിശ്വാസം അനുസരിച്ച് പോകുന്നു. അതൊരു സാധാരണഗതി. കാരണം അതിൻ്റെ അതൊരു പുതുമയുള്ളതും ഒരു വാർത്ത ഉള്ളത് കൊണ്ടാണ് ആ മാധ്യമപ്രവർത്തകൻ അതിന്റെ പടം എടുത്തത് അല്ലെങ്കിൽ അതിന്റെ വീഡിയോ എടുത്തത്. അതിനെന്തിനാണ് അവനെ കുറിച്ച് നിർത്തി ഇടിക്കുന്ന കാര്യമില്ലല്ലോ. അപ്പൊ ഇത്തരം കാപട്യങ്ങളാണ് CPM ഈ പുതിയ കാലത്തെങ്കിലും 21ാം നൂറ്റാണ്ടിലെങ്കിലും ഇതുപോലുള്ള കാപട്യങ്ങൾ ഒഴിവാക്കി സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ സംസാരിക്കുകയും സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങളുടെ വിശ്വാസവും ആദർശവും പറഞ്ഞു വരിച്ചാൽ ജനങ്ങൾ അത് സ്വീകരിക്കാൻ തയ്യാറാവും. ഇത്തരം കാപട്യങ്ങളാണ് പാർട്ടി ഒഴിവാക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.